ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പുതിയ പാഠപുസ്തകങ്ങളിലെ ചാപ്റ്റേഴ്സ് ആണല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. SCERT 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്സിലേക്ക് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മാറിയ പാഠഭാഗങ്ങളിൽ നിന്നും PSC ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാറിയ പാഠപുസ്തകങ്ങളിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാ വസ്തുതകളും ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇത്തിരി വലിയൊരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ദഹനവും പോഷക സംവഹനവും. ദഹനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ദഹന വ്യവസ്ഥ. അതായത് നമ്മുടെ വായിൽ തുടങ്ങിയിട്ട് അവസാനം വിസർജന അവയവത്തിൽ വരെ എത്തുന്ന നമ്മുടെ ദഹന വ്യവസ്ഥ. രണ്ടാമത്തത് പോഷക സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദഹിപ്പിച്ച ആഹാരത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങളെ നമ്മുടെ എല്ലാ കോശങ്ങൾക്കും എത്തിച്ചു കൊടുക്കണം അല്ലെ. അത് ആരുടെ പണിയാണ്? രക്തത്തിന്റെ പണിയാണ് അല്ലെ. പോഷകങ്ങളെല്ലാം തന്നെ നമ്മുടെ കോശങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് രക്തത്തിന്റെ പണിയാണ്. അപ്പൊ പോഷക സംവഹനം എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. അപ്പൊ ദഹനവും പോഷക സംവഹനവും, അതായത് ദഹന വ്യവസ്ഥയും രക്തപര്യന വ്യവസ്ഥയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മുമ്പത്തെ 9ാം ക്ലാസ്സിൽ 2 ചാപ്റ്റർ ആയിട്ടാണ് ഇത് കിടന്നിരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരം അന്നപദത്തിൽ. മുമ്പ് പഠിച്ചിട്ടുള്ളവർക്കറിയാം 9ാം ക്ലാസ്സിലെ ആഹാരം അന്നപദത്തിൽ എന്നുള്ള ഒരു ചാപ്റ്ററും, അതുപോലെ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന് പറഞ്ഞ മറ്റൊരു ചാപ്റ്ററും. ഈ 2 ചാപ്റ്ററും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പുതിയ SCERT 9ാം ക്ലാസ്സിലെ പുതിയ ബയോളജി പാഠപുസ്തകത്തിൽ ഈ ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ടും ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇവര് ഒരു ഫുഡ് പ്ലേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് പ്ലേറ്റ് എന്താണ്? ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. അപ്പൊ എന്താണ് ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, 1/4 ഭാഗം ധാന്യങ്ങളും, 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, 1 ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഒരു ഫുഡ് പ്ലേറ്റ്, നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം അല്ലെ, നമ്മൾ പ്ലേറ്റിൽ എടുത്തിട്ടല്ലേ കഴിക്കുക. ആ പ്ലേറ്റിന്റെ പകുതി ഭാഗം എന്തായിരിക്കണം? പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം. ഇനി 1/4 ഭാഗം ധാന്യങ്ങളും 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം. 1/4 ഭാഗം ധാന്യവും 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും പ്ലസ് 1 ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ ആണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. ഫുഡ് പ്ലേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, 1/4 ഭാഗം ധാന്യം, 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ വിഭവം ഏതെങ്കിലും, പ്ലസ് 1 ഗ്ലാസ് പാലോ പാലുൽപ്പന്നമോ. ഇതാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ കൂടി വരികയാണ്. ജങ്ക് ഫുഡിന്റെ ഉപയോഗം കുട്ടികളിൽ കൂടി വരാൻ നമുക്കറിയാം. അപ്പൊ ഈ ജങ്ക് ഫുഡിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്ഷണങ്ങളിൽ കലോറി കൂടുതലാണ് എന്നാൽ പോഷക മൂല്യം കുറവുമാണ്. കലോറി കൂടുതലാണ് എന്നാൽ പോഷക മൂല്യം കുറവാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? കലോറി കൂടുതൽ മൂലം നമുക്ക് പലതരത്തിലുള്ള ഒബിസിറ്റി പോലുള്ള അല്ലെ, പൊണ്ണത്തടി പോലുള്ള അസുഖങ്ങൾ വരും. അതേപോലെ തന്നെ എന്നാൽ പോഷക മൂല്യം ഉണ്ടോ? പോഷക മൂല്യം ഒന്നും ഇല്ലതാണ്, വളരെ കുറവാണ് പോഷക മൂല്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും കുട്ടികളിൽ സർവ്വസാധാരണമാണ്. ഇത് ക്ഷീണം, ഉറക്കം തൂങ്ങല്, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ശരിയായ ഭക്ഷണ രീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ അവിടെ ഫുഡ് പ്ലേറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ജങ്ക് ഫുഡിന്റെ മെയിൻ ആയിട്ടുള്ള 2 പ്രശ്നം ഓർക്കാം. അതിന് കലോറി മൂല്യം കൂടുതലാണ് എന്നാൽ പോഷക മൂല്യം കുറവുമാണ്. കലോറി കൂടുതലാണ് പക്ഷെ പോഷക മൂല്യം കുറവാണ് ഫുഡിന് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഏകകോശ ജീവിയായിട്ടുള്ള അമീബയിലും ബഹുകോശ ജീവിയായിട്ടുള്ള ഹൈഡ്രയിലെയും പോഷണ പ്രക്രിയയാണ് തന്നിട്ടുള്ളത്.
അമീബ എന്ന് പറയുന്നത് ഏകകോശ ജീവിയാണ്, ഹൈഡ്ര എന്ന് പറയുന്നത് ബഹുകോശ ജീവിയാണ്. ഈ രണ്ട് ജീവികളിലും എങ്ങനെ പോഷണം നടക്കുന്നു നമുക്കറിയാലേ. കൂടുതൽ വലിയ ജീവികളിലേക്ക് പോകും തോറും ഈ പോഷണം എന്നുള്ള പ്രക്രിയ എന്തായി മാറും, കുറച്ചും കൂടി സങ്കീർണമായി മാറും. മനുഷ്യരിലേക്ക് എത്തുമ്പോഴേക്കും ഈ പോഷണം എന്ന് പറയുന്നത് കുറച്ചും കൂടി സങ്കീർണമാണ് അല്ലെ. പക്ഷെ ഹൈഡ്രയിലാണെങ്കിലും അമീബയിലാണെങ്കിലും ഇത് കുറച്ചും കൂടി സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കി പോകാം. അപ്പൊ അമീബയിൽ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം എടുത്ത് കൈകൊണ്ടെടുത്ത് വായിലേക്ക് വെക്കുന്നു, നേരെ അത് ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താണ്, എന്തെങ്കിലും രാസാഗ്നികൾ അല്ല എൻസൈമുകൾ നമ്മുടെ ബോഡി, ആമാശയത്തിൽ എൻസൈം ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസ് പലതരത്തിലുള്ള എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി സിമ്പിൾ ആണ് ഈ അമീബയിലും ഹൈഡ്രയിലും നടക്കുന്നത്. അപ്പൊ നമ്മൾ കൈകൊണ്ടെടുത്ത് വായിലേക്ക് ഇടുന്നു എന്നതിന് പകരം അമീബയിൽ എന്താണ് സംഭവിക്കുന്നത്, അമീബയിൽ ഒരു ഭക്ഷണ പദാർത്ഥം കണ്ടു കഴിഞ്ഞാൽ അമീബ പതുക്കൻ അതിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് കപടപാദങ്ങൾ ഉപയോഗിച്ച്, കപടപാദം എന്ന് പറയാൻ കാരണം എന്താണ്, ശരിക്കും ഒരു പാദമൊന്നും ഇല്ല. ശരിക്കും നമുക്ക് കയ്യും കാലൊക്കെ ഉള്ള പോലെ അമീബയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കയ്യും കാലൊന്നും ഇല്ല അല്ലെ. പക്ഷെ അവ ആ കൈയിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കാലിന്റെ രൂപത്തിൽ ആ ഭക്ഷണത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രൂപം അല്ലെ, അതിന് കപടപാദം. ഈ കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമീബ ഈ ഭക്ഷണത്തെ കോശത്തിന് ഉള്ളിലേക്കാക്കും. കോശത്തിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ആഹാരം ഫുഡ് വാക്യൂളിലെത്തും. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈം ഭക്ഷണത്തെ ദഹിപ്പിക്കും. അപ്പൊ കോശത്തിനുള്ളിൽ വെച്ചിട്ടാണ് അമീബയിൽ ദഹനം നടക്കുന്നത്. അതിനെ നമ്മൾ കോശാന്തരിക ദഹനം എന്ന് പറയും. കോശത്തിന്റെ അകത്ത് വെച്ചിട്ടല്ലേ, അപ്പൊ അതിനെ നമ്മൾ കോശാന്തരിക ദഹനം എന്ന് പറയും. ഇനി ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് അവശിഷ്ടമാണ് അല്ലെ. ആ അവശിഷ്ടം കോശോപരിതലത്തിലൂടെ തന്നെ, കോശത്തിന്റെ ഉപരിതലത്തിലൂടെ തന്നെ അത് പുറന്തള്ളും. കാരണം അമീബയിൽ പ്രത്യേകിച്ച് വിസർജനാവയവം ഒന്നും തന്നെ ഇല്ല, അത് കോശത്തിലൂടെ തന്നെ പുറന്തള്ളും. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, ഒരു അമീബ അല്ലെ, അമീബ ഭക്ഷണ പദാർത്ഥം വരും, കണ്ടു കഴിഞ്ഞാൽ ആ ആഹാര വസ്തുവിന്റെ അടുത്തേക്ക് എത്തും. എന്നിട്ട് കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലേക്കാക്കും. കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലേക്കാക്കും. ആഹാരം ഫുഡ് വാക്യൂളിലെത്തും. അവിടെ വെച്ചിട്ട് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈം ഭക്ഷണത്തെ ദഹിപ്പിക്കും. ബാക്കി വരുന്ന അവശിഷ്ടം കോശോപരിതലത്തിൽ കൂടി തന്നെ, കോശത്തിന്റെ ഉപരിതലത്തിൽ കൂടി തന്നെ പുറന്തള്ളും. സിമ്പിൾ അല്ലേ. നമ്മളിൽ നടക്കുന്ന അതേ പ്രോസസ്സ് തന്നെ. നമ്മൾ കൈകൊണ്ടെടുത്ത് വായിലേക്ക് ഇട്ടു, നേരെ ഉള്ളിൽ ചെന്നു, നമ്മുടെ ആമാശയവും അതുപോലെ തന്നെ പാൻക്രിയാസും ഒക്കെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈം ഈ ആഹാരത്തെ ദഹിപ്പിക്കും. വിസർജനം നമ്മൾ പുറന്തള്ളും അല്ലെ, ഇതേ പ്രക്രിയ തന്നെയാണ് അമീബയിൽ. കുറച്ചും കൂടി സിമ്പിൾ ആണ്. ആഹാരം കാണുമ്പോൾ അമീബ അതിന്റെ അടുത്തേക്ക് ചെല്ലും. കപടപാദങ്ങൾ ഈ ആഹാരത്തെ കളക്ട് ചെയ്ത് കോശത്തിനകത്തേക്കാക്കും. ഫുഡ് വാക്യൂളിൽ എത്തിക്കഴിഞ്ഞ ആഹാരം അവിടെ വെച്ചിട്ട് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ ദഹിപ്പിക്കും. അവശിഷ്ടം കോശത്തിന്റെ ഉപരിതലത്തിൽ കൂടി തന്നെ പുറത്തേക്ക് പോകും. ഇവിടെ നടക്കുന്നത് കോശത്തിനകത്ത് വെച്ചിട്ടുള്ള ദഹനമായതുകൊണ്ട് ഈ അമീബയിലെ ദഹനത്തെ നമ്മൾ കോശാന്തരിക ദഹനം, കോശത്തിന്റെ അന്തരത്തിൽ വെച്ച് നടക്കുന്ന ദഹനം കോശാന്തരിക ദഹനം എന്ന് പറയും. അമീബയുടെ ദഹനം സിമ്പിൾ അല്ലേ. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഫുഡ് കളക്ട് ചെയ്യുന്നത് കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രത്യേകിച്ച് വിസർജന അവയവങ്ങളൊന്നും തന്നെ അമീബയ്ക്കില്ല. കോശ ഉപരിതലത്തിൽ കൂടി തന്നെയാണ് വിസർജ്യം പുറന്തള്ളുന്നത്, അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നാൽ മതി. അടുത്തത് ഹൈഡ്രയാണ്. ഹൈഡ്ര എന്ന് പറയുന്നത് കുറച്ചുകൂടി ബഹുകോശ ജീവിയാണ്. ഏകകോശമല്ല, അതിൽ കൂടുതൽ കോശങ്ങളുണ്ട്, ബഹുകോശ ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമീബിനെക്കാളും ഇത്തിരിയും കൂടി സങ്കീർണമാണ് നമ്മുടെ ഹൈഡ്രയിലുള്ള പോഷണ പ്രക്രിയകൾ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ അമീബ ഫുഡ് കളക്ട് ചെയ്തത് കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ. അതേപോലെ തന്നെ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രയില് ടെൻഡക്കിളുകൾ ഉണ്ട്. എന്താണുള്ളത്? ടെൻഡക്കിളുകൾ. അമീബയിലാണെങ്കിൽ കപടപാദങ്ങളായിരുന്നു, ഹൈഡ്രയിലാണെങ്കിൽ ടെൻഡക്കിളുകൾ. നിങ്ങൾ ആ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുടി പോലെ ഇങ്ങനെ ഒരു സാധനം കാണാം അല്ലെ. ഏകദേശം നമ്മുടെ ഹൈഡ്രയുടെ തലഭാഗത്തായിട്ട് തന്നെ ഒരു മുടി പോലെ കുറെ സാധനങ്ങൾ കാണില്ലേ, അതിനെയാണ് ടെൻഡക്കിളുകൾ എന്ന് പറയാം. ആ പേരൊന്ന് ഓർത്തു വെക്കുക. കാരണം ഹൈഡ്രയിൽ ഈ ആഹാരം കളക്ട് ചെയ്യുന്നത് ഈ ടെൻഡക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ ടെൻഡക്കിളുകൾ ഉപയോഗിച്ചിട്ട് ആഹാരം കളക്ട് ചെയ്തിട്ട് അതിനൊന്ന് മരവിപ്പിക്കും. ഈ മരവിപ്പിച്ചതിന് ശേഷം ഈ ഇരനെ വായയുടെ ഉള്ളിലേക്കാക്കും. നിങ്ങൾ അവിടെ കാണാം, ആ മോൾഭാഗത്ത് തന്നെ, ആ തലമുടി പോലെ ഇരിക്കുന്ന ആ ഭാഗത്തിന്റെ മോൾഭാഗത്ത് തന്നെയാണ് ഈ വായ വരുന്നത്. അതിനുള്ളിലേക്ക് ഈ ഇരനെ കൊടുക്കും. അവിടെ നിന്ന് ഈ ഇര അല്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥം നേരെ എത്തുന്നത് ശരീര അറയിലേക്കാണ്, കോശത്തിനുള്ളിലേക്കല്ല, ശരീര അറയിലേക്ക്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നേരെ കോശത്തിലേക്കാണ് പോകുന്നത്. എല്ലാ കോശത്തിലേക്കും കുറച്ച് ഫുഡിനെ കൊടുക്കോ? ഇല്ലല്ലോ.
നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നും അന്നനാളം വഴി ആമാശയത്തിലെത്തും, ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലെത്തും, ചെറുകുടലിൽ വെച്ചിട്ട് ദഹനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്തിട്ട് രക്തം വഴിയാണ് ഓരോ കോശങ്ങളിലേക്കും എത്തുന്നത് അല്ലേ. അപ്പൊ അതേപോലെ ഹൈഡ്രയിൽ ഈ കഴിച്ച ഭക്ഷണം അത് എത്തുന്നത് എവിടേക്കാണ്? ശരീര അറയിലേക്കാണ് എത്തുന്നത്. ഈ ശരീര അറയുടെ ഉൾഭിത്തി ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ശരീര അറയുടെ ഉൾഭിത്തി ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ വെച്ചിട്ട് ഈ ആഹാരത്തിന്റെ പകുതി ദഹനം കഴിയും, മുഴുവൻ ദഹനം കഴിയില്ല, ഭാഗികമായിട്ടുള്ള ഒരു ദഹനം കഴിയും. അപ്പൊ ഈ ദഹനം കോശത്തിനുള്ളിൽ വെച്ചിട്ടല്ലല്ലോ, കോശത്തിന് പുറത്ത് വെച്ചിട്ടല്ലേ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദഹനത്തെ നമ്മൾ കോശബാഹ്യ ദഹനം എന്ന് പറയും. കോശ ബാഹ്യദഹനം. അമീബയിൽ ഇങ്ങനെ ഒരു ബാഹ്യദഹനം ഇല്ല, മുഴുവനായിട്ടും കോശത്തിനുള്ളിൽ വെച്ചിട്ടാണ് ദഹനം നടന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ കോശ ആന്തരിക ദഹനം എന്നാണ് പറഞ്ഞത് അമീബയിൽ, ശരിയല്ലേ. ഹൈഡ്രയില് ഈ കോശത്തിന് പുറത്ത് വെച്ചിട്ട് ശരീര അറയിൽ വെച്ചിട്ട് ഭാഗികമായിട്ടുള്ള ഒരു ദഹനം നടക്കും. ആ ദഹനത്തെ നമ്മൾ കോശ ബാഹ്യ ദഹനം എന്ന് പറയും. ഇങ്ങനെ ഈ ഭാഗികമായിട്ട് ദഹിച്ച ഈ ഭക്ഷണ പദാർത്ഥം, ഈ ആഹാര പദാർത്ഥം കോശത്തിനുള്ളിലേക്ക് കടക്കും. അവിടെ ചെല്ലുമ്പോൾ ഈ ഫുഡ് വാക്യൂളിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഫുഡ് വാക്യൂളിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമാണ് ഈ ഭക്ഷണ പദാർത്ഥത്തെ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുന്നത്. അപ്പൊ ഹൈഡ്രയിൽ 2 തരത്തിലുള്ള ദഹനം ഉണ്ടല്ലേ. ഒന്ന് കോശത്തിന് പുറത്ത് വെച്ചിട്ട് കോശബാഹ്യ ദഹനമുണ്ട്, അതിനുശേഷം കോശത്തിനകത്ത് വെച്ചിട്ട് കോശ ആന്തരിക ദഹനവും നടക്കുന്നുണ്ട്, ശരിയല്ലേ. കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ ഈ ടെൻഡക്കിളുകൾ കളക്ട് ചെയ്ത് മരവിപ്പിച്ച ഭക്ഷണം വായയുടെ ഉള്ളിൽ കൂടി നേരെ എത്തുന്നത് ശരീര അറയിലേക്കാണ്. ശരീര അറയുടെ ഉൾഭിത്തി ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ആഹാര പദാർത്ഥം ഭാഗികമായിട്ട് ദഹിക്കും. അതിനെ നമ്മൾ കോശ ബാഹ്യ ദഹനം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഈ കോശത്തിന്റെ അകത്തേക്ക് കടക്കും. അവിടെ ഫുഡ് വാക്യൂള് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ആഹാര പദാർത്ഥത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ദഹനം അവിടെ വെച്ചിട്ട് കോശത്തിനകത്ത് വെച്ചിട്ടും കഴിയും. ഈ ദഹനത്തെ നമ്മൾ കോശ ആന്തരിക ദഹനം എന്ന് പറയും. ഇനി അവശിഷ്ടം ഉണ്ടായില്ലേ, അവശിഷ്ടം എങ്ങനെയാണ് ഹൈഡ്രയിൽ പുറന്തള്ള? അത് വായയിൽ കൂടി തന്നെയാണ് പുറന്തള്ള. അത് ശ്രദ്ധിക്കണം. നമുക്ക് ഓപ്ഷൻ തരുമ്പോൾ നമ്മൾ ആരും വായയിൽ കൂടി തന്നെ കഴിച്ച ഭക്ഷണം കഴിക്കുന്നത് വായയിൽ കൂടെ, അവശിഷ്ടങ്ങൾ വായയിൽ കൂടെ തന്നെ കളയുമെന്ന് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ ഹൈഡ്രയിൽ അങ്ങനെയാണ്. ഹൈഡ്രയിൽ ഭക്ഷണം കഴിക്കുന്നത് വായയിൽ കൂടിയാണ്, അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്നത് വായയിൽ കൂടിയാണ്. അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നതും വായയിൽ കൂടി തന്നെയാണ്. അമീബയിൽ എങ്ങനെയായിരുന്നു? അമീബയിൽ കോശത്തിന്റെ ഉപരിതലത്തിൽ കൂടി തന്നെയാണ് അല്ലെ അവശിഷ്ടങ്ങൾ പുറന്തള്ളിയത്. ഹൈഡ്രയില് ആഹാരം സ്വീകരിക്കുന്നതും വായയിൽ കൂടിയാണ്, അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നതും വായയിൽ കൂടി തന്നെയാണ്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ അടുത്ത ബോക്സ് നിങ്ങൾക്ക് തന്നെത്താൻ ഫില്ല് ചെയ്യാൻ കിട്ടണം. അവിടെ കൊടുത്തിട്ടുണ്ട് ശരീരഘടന. അമീബ എന്താണെന്ന് പറഞ്ഞു? ഏകകോശ ജീവിയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അമീബ ഏകകോശമാണ്. അപ്പൊ ഹൈഡ്ര ബഹുകോശമാണ്. അടുത്തത് ആഹാര സ്വീകരണോപാധി. ആഹാരം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അമീബയില് കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഹൈഡ്രയിലോ ടെൻഡക്കിളുകൾ ഉപയോഗിച്ചാണ് സ്വീകരിക്കുന്നത് അല്ലെ. ഹൈഡ്രയില് ടെൻഡക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. അടുത്തത് ദഹനം നടക്കുന്ന ഭാഗം അമീബയിൽ കോശത്തിനകത്ത് വെച്ച് മാത്രമാണ് ദഹനം നടക്കുന്നത് അല്ലെ. അതിന് നമ്മൾ കോശ ആന്തരിക ദഹനം എന്ന് പറഞ്ഞു. പക്ഷെ ഹൈഡ്രയിലാണെങ്കിലോ കോശത്തിന് പുറത്തും വെച്ച് ദഹനം നടക്കുന്നുണ്ട്, കോശത്തിന് അകത്തും വെച്ച് ദഹനം നടക്കുന്നുണ്ട്, ശരിയല്ലേ. ദഹനം നടക്കുന്ന ഭാഗം അമീബയിൽ കോശത്തിനകത്താണ്, ഹൈഡ്രയില് കോശത്തിനകത്തും വെച്ച് നടക്കുന്നുണ്ട്, കോശത്തിന് പുറത്തും വെച്ച് നടക്കുന്നുണ്ട്. കോശത്തിന് പുറത്ത് വെച്ച് നടക്കുന്ന ദഹനം കോശബാഹ്യ ദഹനവും, കോശത്തിനകത്ത് വെച്ച് നടക്കുന്ന ദഹനം കോശ ആന്തരിക ദഹനവുമാണ്. ഇനി അടുത്തത് ദഹനാവശിഷ്ടങ്ങൾ പുറന്തള്ളല്. അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് പുറന്തള്ളുന്നത്? അമീബയില് കോശോപരിതലത്തിൽ കൂടി തന്നെയാണ് പുറന്തള്ളുന്നത്, ഹൈഡ്രയില് വായയിൽ കൂടിയാണ് പുറന്തള്ളുന്നത്. അപ്പൊ രണ്ടും ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ അമീബയില് കോശ ആന്തരിക ദഹനം മാത്രമേ ഉള്ളൂ, ഹൈഡ്രയില് കോശ ആന്തരിക ദഹനമുണ്ട്, കോശ ബാഹ്യ ദഹനമുണ്ട്. അതേപോലെ തന്നെ അമീബയില് ഫുഡ് കളക്ട് ചെയ്യുന്നത് കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, ഹൈഡ്രയില് ടെൻഡക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ്. അമീബയിലെ അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത് കോശത്തിന്റെ ഉപരിതലത്തിൽ കൂടിയാണ്, ഹൈഡ്രയില് വായയിൽ കൂടി തന്നെയാണ് അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. അടുത്തത് നമ്മൾ ദഹനത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സങ്കീർണമായിട്ടുള്ള ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനാക്കിയിട്ട് ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്, ശരിയല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് അല്ലെ, സങ്കീർണമായിട്ടുള്ള ആഹാര ഘടകങ്ങളാണ്.
അതിനെ എന്ത് ചെയ്യുക, കുറെ എൻസൈമും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ചെറു ലഘു ഘടകങ്ങളാക്കി മാറ്റാം. ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദഹനം എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് യാന്ത്രിക ദഹനവും മറ്റൊന്ന് രാസിക ദഹനവും. യാന്ത്രിക ദഹനവും രാസിക ദഹനവും ഇത് രണ്ടും നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ കിട്ടും. യാന്ത്രിക ദഹനം, രാസിക ദഹനം എന്താന്നുള്ളത് അല്ലെ. നമ്മളെ ദഹനത്തില് എൻസൈമുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ പല്ലിന്, നാവിന്, ആമാശയ ഭിത്തികൾക്ക് എല്ലാത്തിനും വളരെയധികം പങ്കുണ്ട് ഇല്ലേ. പല്ല് കടിച്ച് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നാവ് അത് കുഴമ്പ് രൂപത്തിലും കുഴയ്ക്കാനും ഇറക്കാനും സഹായിക്കുന്നുണ്ട്. ആമാശയത്തിന്റെ ഭിത്തികളുടെ സങ്കോച ഫലമായിട്ടാണ് ഇതിങ്ങനെ ആമാശയത്തിൽ കിടന്ന് ഇങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലാണ് അല്ലെ. അതിന് മാത്രം കുറെ സമയം ഈ ആമാശയത്തിൽ ഈ ഭക്ഷണം ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി വലയ പേശികൾ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ യാന്ത്രിക ദഹനത്തിലാണ് വരുന്നത്. അതായത് നമ്മൾ ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നതിൽ നമ്മുടെ പല്ലുകൾ ചവച്ചരയ്ക്കുന്നു, നാവ് അത് ഇറക്കാൻ സഹായിക്കുന്നു, അതേപോലെ ആമാശയത്തിന്റെ ഭിത്തികൾ അതിന് സങ്കോച വികാസത്തിലൂടെ അതിനെങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ഇതെല്ലാം യാന്ത്രിക ദഹനമാണ്. അപ്പൊ രാസിക ദഹനം എന്താണ്? അത് ദഹനരസം അല്ലെ. ദഹനരസങ്ങളിലുള്ള എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ചെറുഘടകങ്ങൾ ലഘുഘടകങ്ങളായി മാറുന്നതിനെയാണ് നമ്മൾ രാസിക ദഹനം എന്ന് പറയുന്നത്. യാന്ത്രിക ദഹനം എന്ന് പറയുമ്പോൾ ഈ യന്ത്രഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾ പല്ല്, നാവ്, ആമാശയം, ചെറുകുടലൊക്കെ പ്രവർത്തിക്കുന്നതിനെ നമ്മൾ യാന്ത്രിക ദഹനം എന്ന് പറയും. രാസിക ദഹനം എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനരസത്തിലുള്ള എൻസൈമുകളുടെ പ്രവർത്തന ഫലമായിട്ട്, ദഹനരസത്തിലെ എൻസൈമുകളുടെ പലതരത്തിലുള്ള എൻസൈം ഉണ്ട് അല്ലെ. നമ്മുടെ ഉമിനീരിൽ സലൈവറി അമിലേസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ ഗ്യാസ്ട്രിക് പെപ്സിൻ ഉണ്ട്, പെപ്സിൻ. അതേപോലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് അമിലേസ് പോലുള്ള വസ്തുക്കളുണ്ട്. അപ്പൊ ഈ എൻസൈമുകളൊക്കെ എന്താണ്, ഈ നമ്മുടെ കഴിച്ച ഭക്ഷണ പദാർത്ഥത്തെ, സങ്കീർണമായിട്ടുള്ള ആഹാര പദാർത്ഥത്തെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറു ഘടകങ്ങളാക്കി, ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ രാസിക ദഹനം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അവിടെ നമുക്ക് ബോക്സിൽ പശുവിന്റെ ദഹന വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്. പശുവിന്റെ ദഹന വ്യവസ്ഥ, അതായത് അയവിറക്കലിനു പിന്നിൽ, അയവിറക്കൽ നിങ്ങൾക്കറിയാലേ, അതിന് പിന്നിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിന് ആമാശയത്തിന് 4 അറകളുണ്ട്. നമുക്കൊക്കെ ആമാശയത്തിന് ഒറ്റ അറയല്ലേ ഉള്ളൂ. പക്ഷെ പശുവിന്റെ ആമാശയത്തിന് 4 അറകളുണ്ട്. ശ്രദ്ധിക്കുക, പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. അതിന്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്, പഠിക്കണം. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. അപ്പൊ 2 റാ വെച്ചിട്ടാണ് അല്ലെ, 2 റാ വെച്ചിട്ട് റൂമൻ, റെറ്റിക്കുലം, റൂമൻ, റെറ്റിക്കുലം. അത് അതേപോലെ തന്നെയാണ്. അവർ രണ്ടുപേരാണ് കുറച്ച് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്നത്, റൂമൻ, റെറ്റിക്കുലം. അതിനുശേഷം ഒമാസം, അപമാസം, 2 മാസങ്ങൾ. ഏതൊക്കെ മാസങ്ങളാണ്? ഒമാസം, അപമാസം. പഠിച്ചോ? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. ഇങ്ങനെ 4 അറകളാണ് പശുക്കളുടെ ആമാശയത്തിനുള്ളത്. അപ്പൊ നിങ്ങൾ പശു പുല്ല് തിന്നാൻ വേണ്ടി കൊണ്ടുവന്ന് കിട്ടിയ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ പുല്ല് കാണുമ്പോൾ പശുവിന് ഒരു ആക്രാന്താണ്, നേരെ കടിച്ച് അങ്ങോട്ട് വിഴുങ്ങും. ചവച്ചരയ്ക്കുന്നില്ല, മൂപ്പര് നേരെ അങ്ങോട്ട് വിഴുങ്ങും അല്ലെ. ഇപ്പോഴേ പുല്ല് കിട്ടുള്ളൂ, ഇപ്പൊ തിന്നോളന്നല്ലേ. അപ്പൊ പശു നേരെ കടിച്ച് ചവയ്ക്കുന്നില്ല, നേരെ അങ്ങോട്ട് ഇറക്കും. അപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണം എവിടേക്കാണ് നേരെ ചെല്ലുന്നത്? അത് റൂമനിലേക്കാണ് ചെല്ലുന്നത്. നിങ്ങൾ ആ ഇമേജിൽ നോക്കിയാൽ കാണും, റൂമൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയൊരു അറയാണ് അല്ലെ. റൂമനിലേക്ക് കളക്ട് ചെയ്യും. എവിടേക്കാണ് നേരെ ഈ കഴിക്കുന്ന ഭക്ഷണം നേരെ ചെല്ലുന്നത്? എവിടേക്കാണ്? റൂമനിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അവിടെ അത് കളക്ട് ചെയ്ത് വെക്കും. അതിനുശേഷം പശു വിശ്രമിക്കുന്ന സമയത്ത് ഈ റൂമനിൽ നിന്നും കുറേശ്ശെ ഫുഡ് റെറ്റിക്കുലത്തിലേക്ക് വരും. അവിടെ നിന്നാണ് പിന്നെ അത് നേരെ വായിലേക്ക് വന്നിട്ട് ചവച്ചരയ്ക്കുന്നത്. അപ്പൊ നേരെ കഴിക്കുമ്പോൾ നേരെ റൂമനിലേക്ക് പോകും. പിന്നെ അത് വിശ്രമിക്കുന്ന സമയത്ത് റെറ്റിക്കുലത്തിലേക്ക് തിരിച്ചു വരും. റെറ്റിക്കുലത്തിൽ നിന്നും അത് വായിലേക്ക് തന്നെ വരും. അവിടെ വെച്ചിട്ട് അത് ചവച്ച് അരച്ച് നല്ല പാകത്തിനാക്കി കഴിഞ്ഞു. ഇനി അത് പിന്നെ റൂമനിലേക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം നന്നായി ചവച്ചരച്ചിട്ടുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യും? അതിനെ നേരെ ഒമാസത്തിലേക്ക് വിടും. അതിന് നേരെ 3ാമത്തെ അറയായിട്ടുള്ള ഒമാസത്തിലേക്ക് വിടും. ഒമാസത്തിൽ എത്തിച്ചേരുമ്പോൾ അത് കുറച്ചും കൂടിയും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടൊക്കെ വിഘടിച്ച് അല്ലെ അത്യാവശ്യം നല്ല ഇതായി മാറും. അവിടെ നിന്ന് പിന്നെ അത് അപമാസത്തിലേക്ക് എത്തും. അവിടെ നിന്നാണ് പിന്നെ അത് ആമാശയത്തിൽ നിന്നും വിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുക. അപ്പൊ നമ്മുടെ പോലെ ആമാശയുണ്ട്, ആമാശയത്തിന് പക്ഷെ 4 അറകൾ ഉണ്ടെന്ന് മാത്രം. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. പശുക്കൾ കഴിക്കുന്ന ഭക്ഷണം നേരെ പോകുന്നത് റൂമനിലേക്കാണ്. റൂമനിൽ അത് കളക്ട് ചെയ്യും. പശുക്കൾ വിശ്രമിക്കുന്ന സമയത്ത് റൂമനിൽ നിന്നും റെറ്റിക്കുലത്തിലേക്ക് തിരിച്ചു വരും. അവിടെ നിന്ന് റെറ്റിക്കുലത്തിൽ നിന്ന് അത് വായിലേക്ക് തന്നെ വരും. വായിൽ വെച്ചിട്ട് അത് ചവച്ചരച്ചിട്ട് പിന്നെ ഇറക്ക എവിടേക്കാണ്? ഒമാസത്തിലേക്കാണ് ഇറക്കുക.
ഒമാസത്തിലേക്ക് ഇറക്കും. ഒമാസത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഘടകങ്ങളായി മാറി പിന്നീട് അത് എവിടേക്ക് പോകും? അപമാസത്തിലേക്ക് പോകും. അപമാസത്തിൽ നിന്നും പിന്നെ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. അപ്പൊ അത് ഇത്രയും കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. 4 അറകൾ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? ഒമാസം, അപമാസം, അതുപോലെ റൂമൻ, റെറ്റിക്കുലം. റൂമനിലേക്കാണ് ആദ്യം പോകുക, അവിടെ നിന്ന് പിന്നെ റെറ്റിക്കുലത്തിൽ നിന്ന് വായിലേക്ക് ചെന്ന് ചവച്ചരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നത് ഒമാസത്തിലേക്കായിരിക്കും. ഒമാസത്തിൽ നിന്ന് അപമാസം. പഠിച്ചില്ലേ? ഓക്കെ ഇല്ലേ? പിന്നെ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഈ റൂമനിലും റെറ്റിക്കുലത്തിലും ഭക്ഷണം ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ഈ ആഹാര പദാർത്ഥത്തിലെ സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെയും വിഘടിപ്പിക്കുന്നുണ്ട്. റൂമനിലും റെറ്റിക്കുലത്തിലും ഇരിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് അവിടുത്തെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ഈ സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെയും വിഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഓർത്തു വെക്കാം. ഇനി അടുത്തത് നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് വരികയാണ്. നമ്മൾ മനുഷ്യന്മാരുടെ ദഹന വ്യവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ വായിൽ വെച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത് അല്ലെ? മനുഷ്യരിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു? വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ വായിൽ ദഹനത്തിൽ പങ്കെടുക്കുന്ന 2-3 ആളുകളുണ്ട്. പല്ലുണ്ട്, നാവുണ്ട്. ഈ പല്ലിനെ കുറിച്ചും പഠിക്കണം, നാവിനെ കുറിച്ചും പഠിക്കണം. പല്ലിനെ ഭയങ്കര ഇഷ്ടമാണ് PSCക്ക്. ഇതില് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ഇനാമലും ഡെൻഡൈനും കൊണ്ടാണ്. നമ്മൾ പുറമേ കാണുന്ന പല്ലുണ്ടല്ലോ, നമ്മുടെയൊക്കെ വായിൽ നമ്മൾ കാണുന്ന പല്ലില്ലേ, പുറമേക്ക് കാണുന്ന പല്ല്, അത് നിർമ്മിച്ചിരിക്കുന്നത് ഇനാമലും ഡെൻഡൈനും കൊണ്ടാണ്. ഇനാമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാറുണ്ടല്ലേ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ എന്ന് പറയുന്നത്. പല്ലിന്റെ ഏറ്റവും പുറംപാളിയാണ് ഇനാമൽ. പല്ലിന്റെ ഏറ്റവും പുറത്തെ പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമൽ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കേടുവരില്ല അല്ലെ? നമുക്കറിയാം, നമ്മുടെ പല്ലിന്റെ മുകളിലൊക്കെ ചെറിയ എന്തെങ്കിലും കേട് വന്നു, ചെറിയൊരു കുത്തോ അല്ലെങ്കിൽ ഒരു കറുത്ത പാടോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് യാതൊരു വേദന ഉണ്ടാവില്ല അല്ലെ? യാതൊരു വേദനയും ഉണ്ടാവില്ല ചെറിയ രീതിയിലുള്ള കേടുകളോ അല്ലെങ്കിൽ ചെറിയ കുത്തുകളോ കറുത്ത കുത്തുകളോ വന്നു കഴിഞ്ഞാൽ. കാരണം എന്താണ്? ഈ ഇനാമൽ എന്ന് പറയുന്നത് നിർജീവമാണ്. അതിന് ജീവനില്ല. ഇനാമൽ എന്താണ്? നിർജീവമാണ്. പല്ലിന്റെ ഏറ്റവും പുറത്തെ പാളിയാണ് ഇനാമൽ. അത് നിർജീവമാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇനാമലിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ കേടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് വരില്ല അല്ലെ? കുറേ കാലങ്ങളെടുത്ത് മാത്രമേ വരുള്ളൂ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വേദന അനുഭവപ്പെടാത്തതിന് കാരണം എന്താണ്? ഇനാമൽ നിർജീവമാണ്. ഈ ഇനാമലിന്റെ ഉള്ളിലാണ് പിന്നീട് ഡെൻഡൈൻ കാണപ്പെടുന്നത്. ഇനാമലിന്റെ ഉള്ളിലാണ് ഡെൻഡൈൻ കാണപ്പെടുന്നത്. ഈ ഡെൻഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള കലയാണ് ഡെൻഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഡെൻഡൈനുമേലേക്ക് ഈ കേട് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ വേദന അനുഭവപ്പെടാൻ തുടങ്ങും ഇല്ലേ? നമുക്ക് പല്ല് എന്തെങ്കിലും തണുത്ത വസ്തുക്കൾ കുടിക്കുമ്പോൾ നല്ല പുളിപ്പും അതേപോലെ തന്നെ കട്ടിയുള്ള ആഹാരം കടിക്കുമ്പോഴും മധുരമുള്ള ആഹാരം കടിക്കുമ്പോഴൊക്കെ നല്ല ശക്തിയായിട്ടുള്ള പല്ല് വേദനയൊക്കെ അനുഭവപ്പെടും. കാരണം എന്താ? ഈ ഡെൻഡൈൻ എന്ന് പറയുന്നത് ജീവനുള്ള കലയാണ്. അപ്പൊ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻഡൈൻ എന്ന് തന്നെ പറയണം. കാരണം ഇനാമലിന് ജീവനില്ല, അത് നിർജീവമാണ്. അപ്പൊ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഇനാമൽ കൊണ്ടും ഡെൻഡൈനും കൊണ്ടാണ്. ഇനാമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തെ പാളിയാണ്, അത് നിർജീവമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ഉൾഭാഗത്താണ് ഡെൻഡൈൻ വരുന്നത്. ഇനാമൽ കഴിഞ്ഞിട്ടാണ് ഡെൻഡൈൻ വരുന്നത്. ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള കലയാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ എന്ന് പറഞ്ഞത്. ഇനി ഡെൻഡൈൻ കഴിഞ്ഞിട്ടാണ് പൾപ്പ് ക്യാവിറ്റി വരുന്നത്. പൾപ്പ് ക്യാവിറ്റി അതായത് ഈ പല്ലിന്റെ കേട് തന്നെ കുറച്ചും കൂടി ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള പെയിനും നമുക്ക് ആ തലയുടെ ആ ഒരു ഭാഗം, ഏത് ഭാഗത്താണോ പല്ല്, ആ ഭാഗം മുഴുവനായിട്ട് വേദന എടുക്കുന്നതായിട്ട് അനുഭവപ്പെടും ഇല്ലേ? ചെവിയും കണ്ണും തലയും ഒക്കെ വേദന അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. കാരണം എന്താ? അപ്പോഴേക്കും പല്ലിന്റെ ആ കേട് പൾപ്പ് ക്യാവിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഈ പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മൃദുവായിട്ടുള്ള യോജക കലകളാണ് കാണപ്പെടുന്നത്. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡന്റോപ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവയൊക്കെ കാണപ്പെടുന്നത് ഈ ഭാഗത്താണ്. രക്തക്കുഴലുകളും നാഡികളും ഒക്കെ കാണപ്പെടുന്നത് ഈ ഭാഗത്താണ്.
അതുകൊണ്ടാണ് പൾപ്പിലേക്ക് ഈ കേടുകൾ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിശക്തമായിട്ടുള്ള പെയിൻ അല്ലെ, ആ ഭാഗം മുഴുവൻ, തലയുടെ ആ ഭാഗം മുഴുവനായിട്ട് പെയിൻ എടുക്കും ഇല്ലേ. അപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഡോക്ടർമാർ പറയും പൾപ്പ് ക്യാവിറ്റി ചെയ്യണം എന്ന് പറയും. മുതിർന്നവരിലാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, റൂട്ട് കനാൽ ചെയ്യണം അല്ലെ, റൂട്ട് കനാൽ ചെയ്യണം, റൂട്ടിലേക്ക് പഴുപ്പ് വന്നു അതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഏറ്റവും മുകളിലുള്ള ഭാഗം എന്താണ്, ഇനാമലാണ്. അത് കഴിഞ്ഞിട്ട് ഡെൻഡെയിൻ ആണ്. അത് കഴിഞ്ഞിട്ട് പൾപ്പ് ക്യാവിറ്റിയാണ്. ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴലുകളും നാഡികളും ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളും, ഒഡൻഡോബ്ലാസ്റ്റ് അത് പ്രത്യേകതരം കോശങ്ങളാണ്, ശ്രദ്ധിക്കണം. ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളും കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. പല്ലിന്റെ ആന്തരഭാഗമാണ് ഈ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. മൃദുവായിട്ടുള്ള യോജക കലകളാണ് അവിടെ കാണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് സിമന്റം. സിമന്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സുഖമാണല്ലേ. എന്താണ് സിമന്റ് ഇട്ട് ഉറപ്പിക്കുക അല്ലെ. സിമന്റ് ഇട്ട് ഉറപ്പിക്കുക എന്ന് പറയില്ലേ, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ് സിമന്റം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ് സിമന്റം. അപ്പൊ പല്ലിന്റെ ഭാഗങ്ങൾ പഠിച്ചോ, എന്തൊക്കെ പല്ലിന്റെ ഘടന എന്ന് പറയുമ്പോൾ ഇനാമല്, ഡെൻഡെയിന്, പൾപ്പ് ക്യാവിറ്റി, സിമന്റം. ഇനാമൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്തെ പാളിയാണ്, ജീവനില്ലാത്തതാണ്, നിർജീവമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലിന് ശേഷം വരുന്നത് ഡെൻഡെയിൻ ആണ്. ഡെൻഡെയിൻ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ജീവനുള്ള കലകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെൻഡെയിൻ ആണ്. അതിനുശേഷമാണ് പൾപ്പ് ക്യാവിറ്റി വരുന്നത്. പൾപ്പ് ക്യാവിറ്റി യോജക കലകൾ കൊണ്ടാണ്, മൃദുവായിട്ടുള്ള യോജക കലകൾ കൊണ്ടാണ് രക്തക്കുഴലുകളും നാഡികളും ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളും കാണപ്പെടുന്നത് ഈ ഭാഗത്താണ്. പിന്നെ പറയുന്നത് സിമന്റം. സിമന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ് സിമന്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് പല്ലിനെ ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം എന്ന് തിരിക്കാം. മൂന്നായിട്ട്. ദന്തമകുടം, അതായത് മോണയ്ക്ക് മുകളിലുള്ള ഭാഗമാണ് ദന്തമകുടം എന്ന് പറയുന്നത്. പിന്നെ ദന്തഗളം, ദന്തമൂലം. അതങ്ങനെ PSC ചോദിക്കാറില്ല, പക്ഷെ ഈ ഇനാമലും ഡെൻഡെയിനൊക്കെ ചോദിക്കാറുണ്ട്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻഡെയിൻ തന്നെ എഴുതണം. മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഇനാമല് നിർജീവമാണ്. പല്ലിന്റെ ഏറ്റവും പുറം കവചമാണ് ഇനാമൽ എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. പിന്നെ ഇതിൽ നിന്നും കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് PSC പല്ലുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ് മനുഷ്യന്റെ സ്ഥിരദന്തങ്ങൾ. എത്ര എണ്ണമാണ് മനുഷ്യന്റെ സ്ഥിരദന്തങ്ങൾ? 32 ആണ് അല്ലെ. 32 എണ്ണം. കുട്ടികളിലെ പാൽപ്പല്ലുകൾ എന്ന് പറയുമ്പോൾ അത് 20 എണ്ണമാണ്. പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളുണ്ട്. പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ, അതിന് നമ്മൾ വിവേകദന്തങ്ങൾ എന്നും പറയും. പിന്നീട് മൊത്തം പല്ലിനെ നമ്മൾ 4 തരം പല്ലുകളായി തിരിച്ചിട്ടുണ്ട് അല്ലെ. 4 തരം പല്ലുകളായിട്ട്. എന്താണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം അല്ലെ. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഇങ്ങനെ 4 ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള പല്ലാണ് ഉളിപ്പല്ല്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉളി പോലെ ഇരിക്കും അല്ലെ. നിങ്ങൾ ഈ ആശാരിമാരുടെ കയ്യിലുള്ള ഉളി ഇല്ലേ, ആശാരിമാരുടെ കയ്യിലുള്ള ഉളി കണ്ടിട്ടുണ്ടാവും അല്ലെ. ഉളിയുടെ ആ അറ്റഭാഗം, അഗ്രഭാഗം എങ്ങനെയാണ്? അതേപോലെ തന്നെ അല്ലെ. അതേപോലെ ഇരിക്കുന്ന നമ്മുടെ പല്ലുകളാണ് ഉളിപ്പല്ല് എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണാണ് ഉളിപ്പല്ലുകൾ വരുന്നത്. ഉളിപ്പല്ല് 8 എണ്ണാണ് വരുന്നത്. അടിയിൽ 4 എണ്ണം, മോളിൽ 4 എണ്ണം, അങ്ങനെ 8 എണ്ണം. അതിനുശേഷം വരുന്നത് കോമ്പല്ല്. കോമ്പല്ല് എന്ന് വെച്ചാൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത്. സാധാരണ മാംസബുക്കുകളിലാണ് കോമ്പല്ല് ഉണ്ടാവുക അല്ലെ. കൂർത്ത് നിൽക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. കോമ്പല്ല് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉള്ളത്. കോമ്പല്ല് 4 എണ്ണം. അടിയിൽ 2 എണ്ണവും മുകളിൽ 2 എണ്ണവും, 4 എണ്ണാണ് കോമ്പല്ലുള്ളത്. അതിനുശേഷം അഗ്രചർവണകമാണ് വരുന്നത്. അഗ്രചർവണകം 8 എണ്ണാണ് ഉള്ളത്. അഗ്രചർവണകം 8 എണ്ണവും ചർവണകം 12 എണ്ണവും. അഗ്രചർവണകം 8 എണ്ണവും ചർവണകം 12 എണ്ണമുള്ളത്. 8, 4, 8, 12. 8, 4, 8, 12. 8, 4, 8, 12. 8, 4, 8, 12 എന്ന് പഠിക്കാം. അപ്പോൾ എത്ര എണ്ണമാണ്? ആദ്യം വരുന്നത് ഉളിപ്പല്ല് 8 എണ്ണം, പിന്നെ വരുന്നത് കോമ്പല്ല് 4 എണ്ണം, പിന്നീട് വരുന്നത് അഗ്രചർവണകം 8 എണ്ണം, അതിനുശേഷം ചർവണകം എത്ര എണ്ണമാണ്? 12 എണ്ണം. അതിൽ നമ്മുടെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല്, കടിച്ചു കീറാനല്ല, കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. എന്നാൽ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ല് അല്ലെങ്കിൽ മാംസബുക്കുകളിൽ കാണപ്പെടുന്ന പല്ല് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കോമ്പല്ലാണ്. കൂർത്തു നിൽക്കുന്ന പല്ല് അല്ലെ, കോമ്പല്ലാണ്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ല് അഗ്രചർവണകവും ചർവണകവും. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് അഗ്രചർവണകവും ചർവണകവും. 8, 4, 8, 12.
അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചേക്കാം. അപ്പോൾ പല്ലിന്റെ ഭാഗം കഴിഞ്ഞു. പല്ല് പോലെ തന്നെ നമ്മുടെ നാവും അല്ലെ, നാക്കും നമ്മളെ ആഹാരം ചവച്ചരയ്ക്കാനും ഇറക്കാനും എല്ലാം സഹായിക്കുന്നതാണ് നാക്കും. പക്ഷെ നാക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം നാക്ക് നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളിൽ പഠിക്കാൻ വരും. സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെ, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് അവിടെ പഠിക്കാനുണ്ടാകും. അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ അത് ഇവിടെ പറഞ്ഞു പോകുന്നില്ല. അടുത്തത്, പല്ലും നാക്കും പോലെ തന്നെ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഉമിനീർ ഗ്രന്ഥികൾ അല്ലേ. നമ്മുടെ വായയിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്? നമ്മുടെ വായയിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. പ്രധാനമായിട്ടും 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ വായയിൽ ഉള്ളത്. ഈ ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം അല്ലേ. ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഉമിനീരിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഉമിനീരില് സലൈവറി അമിലേസ് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള ഒരു എൻസൈമാണ് സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. സലൈവറി അമിലേസ്, ഈ സലൈവറി നമ്മൾ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ദഹനം നമ്മുടെ വായയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കടിച്ച് ചവയ്ക്കുമ്പോൾ ഈ ഉമിനീരുമായി കൂടി കലരുമ്പോൾ ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു മധുരം തോന്നുന്നത് അല്ലെ. മധുരം തോന്നാൻ കാരണം മാൾട്ടോസ് ആകുന്നതാണ്. പഠിച്ചോ? മധുരം തോന്നാൻ കാരണം അന്നജം അവിടെ മാൾട്ടോസ് ആയി മാറുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉമിനീരില് സലൈവറി അമിലേസ്, സലൈവ എന്നല്ലേ ഉമിനീരിനെ പറയാ. അപ്പൊ സലൈവറി അമിലേസ്, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് സലൈവറി അമിലേസ് നമ്മുടെ ആഹാരത്തിലെ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലോണം ചവച്ചരയ്ക്കുന്ന സമയത്ത് ചെറിയൊരു മധുരം തോന്നുന്നത്. അതേപോലെ തന്നെ അതിലെ ഉമിനീരിൽ ലൈസോസൈം എന്ന് പറഞ്ഞിട്ടൊരു എൻസൈമും കൂടി ഉണ്ട്. ലൈസോസോം അല്ല, ലൈസോസോം എന്ന് പറഞ്ഞത് കോശത്തിലാണ്. ഇത് ലൈസോസൈം എൻസൈം അല്ലേ. അപ്പൊ ലൈസോസൈം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള രോഗാണുക്കളെ അല്ലെങ്കിൽ വിഷാംശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നശിപ്പിച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ് ലൈസോസൈം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ കുറെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഉമിനീരിൽ ഈ ലൈസോസൈം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു പണി എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ആഹാര പദാർത്ഥത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കാൻ, നിർജീവമാക്കാൻ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. അത് ആമാശയത്തിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ വായിൽ വെച്ചിട്ട് അതിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമാണ്. അപ്പൊ 2 എണ്ണം പഠിച്ചില്ലേ? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് എന്തൊക്കെ? നമ്മുടെ സലൈവറി അമിലേസും പിന്നെ ലൈസോസൈമും. സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ലൈസോസൈം നമ്മുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ സഹായിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ശ്ലേഷ്മം കൂടിയുണ്ട്. ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ എന്തിനാ സഹായിക്കുന്നത്? ശ്ലേഷ്മം ഈ ആഹാര പദാർത്ഥത്തെ കുഴമ്പ് രൂപത്തിലാക്കാനും അതിനെ വിഴുങ്ങാനും സഹായിക്കുന്ന ഒന്നാണ് ശ്ലേഷ്മം എന്ന് പറയുന്നത് അല്ലെ. നമുക്കിത് നല്ല എളുപ്പത്തിൽ വിഴുങ്ങാൻ പാകത്തിന് കുഴമ്പ് രൂപത്തിലാക്കുന്നത്, വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നത് ശ്ലേഷ്മമാണ്. അപ്പൊ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ പഠിച്ചില്ലേ? എന്തൊക്കെയുണ്ട് ഉമിനീരിൽ ലൈസോസൈം ഉണ്ട്, സലൈവറി അമിലേസ് ഉണ്ട്, ശ്ലേഷ്മമുണ്ട്. സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ലൈസോസൈം ആഹാര പദാർത്ഥത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നു. ശ്ലേഷ്മം ആഹാര പദാർത്ഥത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നു. അങ്ങനെ നമ്മൾ വിഴുങ്ങും അല്ലെ. വിഴുങ്ങുന്ന സമയത്ത് ഇത് അന്നനാളത്തിലേക്ക് കടക്കണം. നമ്മുടെ ഈ തൊണ്ടയിൽ നിന്ന് അന്നനാളത്തിലേക്ക് കടക്കുന്നത്, ഈ അന്നനാളത്തിലേക്ക് ഭക്ഷണം കടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനെ ഗ്രസനി എന്നാണ് പറയാ. അപ്പൊ എവിടെ വെച്ചിട്ടാണ് ആഹാരം അന്നനാളത്തിലേക്ക് കടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രസനിയിൽ വെച്ചിട്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ ശ്വാസനാളം അല്ലെ, നമ്മൾ ഇപ്പുറത്ത് അന്നനാളുണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ശ്വാസനാളുണ്ട് ഇല്ലേ. നമ്മൾ മൂക്കിൽ കൂടി ശ്വസിക്കുന്ന വായു അല്ലെ, ഓക്സിജൻ നേരെ പോകുന്നത് ശ്വാസനാളത്തിലേക്കല്ലേ. അപ്പൊ ഈ ഗ്രസനിയിൽ വെച്ചിട്ട് തന്നെയാണ് ശ്വാസനാളം തുറക്കുന്നതും ഗ്രസനിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലേക്ക് കടക്കുന്നതും.
അപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടേക്ക് പോകാൻ പാടില്ല, വഴി തെറ്റിയിട്ട് ശ്വാസനാളത്തിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെയാണ് ക്ലോമപിദാനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ തടയുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? ക്ലോമപിദാനം. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂക്കിലേക്ക് അല്ലെ, നാസാഗഹ്വരം, മൂക്കിലേക്ക് പോകാതിരിക്കാൻ, നേരെ ഇങ്ങോട്ടും പോകാൻ പാടില്ല, മൂക്കിലേക്ക് പോകാതിരിക്കാൻ തടയുന്നത് അവിടെ ചെറുനാക്കാണ്, ചെറുനാക്ക്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലേക്ക് കടക്കുന്നത് ഗ്രസനിയിൽ വെച്ചിട്ടാണ്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഗ്രസനി, ഗ്രസനിയിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ശ്വാസനാളം തുറക്കുന്നതും ഈ ഗ്രസനിയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴി തെറ്റിയിട്ട് ശ്വാസനാളത്തിലേക്ക് പോകാൻ പാടില്ല. അതിനു വേണ്ടി അവിടെ എന്തുണ്ട്? ക്ലോമപിദാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്, ക്ലോമപിദാനം. അതേപോലെ ഭക്ഷണം നമ്മുടെ മൂക്കിലേക്ക്, നാസാഗഹ്വരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാക്കും സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണം എവിടേക്ക് പോയി? നേരെ അന്നനാളത്തിലേക്ക് പോയി അല്ലെ? അന്നനാളത്തിലേക്ക് ഇത് പോകുന്ന ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഭക്ഷണം നമ്മൾ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്ന ആ തരംഗ രൂപത്തിലുള്ള ചലനം, ആ ചലനത്തിന് ഒരു പ്രത്യേകത, നേരെ വെള്ളം പോകുന്നത് പോലെ അങ്ങനെയല്ല പോകുന്നത്, ഒരു തരംഗ രൂപത്തിലാണ് പോകുന്നത്. അവിടെ അതിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, നമ്മുടെ അന്നനാളത്തിൽ കൂടി ആഹാരം പോകുന്നതിന്റെ ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു തരംഗ രൂപത്തിലുള്ള ചലനമാണ്, ആ ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഈ ടേമുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആ തരംഗ രൂപത്തിലുള്ള ചലനത്തെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നു. ആമാശയത്തിലേക്ക് ആഹാരം അന്നനാളത്തിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനത്തിലൂടെയാണ് പോകുന്നത്. ആ ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ക്ലോമപിദാനം മറക്കരുത്. ക്ലോമപിദാനം എന്താണ്? ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഭാഗമാണ് ക്ലോമപിദാനം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ക്ലോമപിദാനത്തിന് എപ്പിഗ്ലോട്ടിസ് എന്നാണ് തന്നിരിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്. ക്ലോമപിദാനം നമ്മുടെ മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലോമപിദാനം എന്നാണ് തന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ക്ലോമപിദാനം എന്ന് പറഞ്ഞത്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്ലോമപിദാനമാണ്. അതായത് നമ്മുടെ ആഹാര പദാർത്ഥം ശ്വാസനാളത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചെറുനാക്ക് ആഹാരത്തെ മൂക്കിലേക്ക് കടക്കാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. അതേപോലെ എന്താണ്? ആഹാരം അന്നനാളത്തിലേക്ക് കടക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രസനിയാണ്. അപ്പൊ ഈ ടേമുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടും ശ്രദ്ധിച്ചു വെക്കുക. നമ്മൾ ഈ അന്നനാളത്തിൽ കൂടിയുള്ള പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞില്ലേ, ആ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞത്. അത് അന്നനാളത്തിൽ മാത്രമല്ല, മെയിൻ ആയിട്ട് അന്നനാളത്തിലാണെങ്കിലും ആ മൂവ്മെന്റ്, ആ തരംഗ രൂപത്തിലുള്ള ചലനം ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ട്. അതങ്ങനെ അന്നനാളത്തിൽ മാത്രമുള്ളൂ എന്ന് വിചാരിക്കരുത്, ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ട്. ഈ ആമാശയ പേശികളുടെ ശക്തമായിട്ടുള്ള പെരിസ്റ്റാൾസിസ് മൂലമാണ്, ആമാശയ ഭിത്തികളുടെ ശക്തമായിട്ടുള്ള പെരിസ്റ്റാൾസിസ് മൂലമാണ് ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നത്. അതേപോലെ തന്നെ അതേ മൂവ്മെന്റ് നമ്മുടെ ചെറുകുടലിലും ഉണ്ട്, ആ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. അപ്പൊ ആമാശയ പേശികളുടെ ശക്തമായിട്ടുള്ള പെരിസ്റ്റാൾസിസ് മൂലമാണ് ആഹാരം കുഴമ്പ് രൂപത്തിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ആഹാരം എവിടെ തങ്ങി നിൽക്കണം? ആമാശയത്തിൽ തങ്ങി നിൽക്കണം, എങ്കിലല്ലേ അതിനെ കുഴമ്പ് രൂപത്തിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സഹായിക്കുന്നത് വലയ പേശികളാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് തരത്തിലൊക്കെ. ഈ വലയ പേശിന്ന് മാറ്റി വേറെ വല്ല പേശിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് തരും. അപ്പൊ ശ്രദ്ധിക്കുക, ആമാശയത്തിൽ ആഹാര പദാർത്ഥം ആവശ്യത്തിന് സമയം തങ്ങി നിൽക്കാൻ സഹായിക്കുന്നത് വലയ പേശികളാണ്. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയ പേശികളാണ് ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നത്. ഇനി അവിടെ നിന്ന് വന്ന് ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. ചെറുകുടലിലും ഈ പെരിസ്റ്റാൾസിസും അതുപോലെ സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങളുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുകയും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് എത്തി, ആമാശയത്തിൽ വെച്ച് കുഴമ്പ് രൂപത്തിലായിട്ട് നേരെ നമ്മുടെ ഇതിലേക്ക് ചെറുകുടലിലേക്ക് പോകാണോ? അവിടെ ആമാശയത്തിൽ വെച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്താണ്? കുറച്ച് ദഹന പ്രക്രിയകളൊക്കെ ആമാശയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആമാശയത്തിലാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതെന്ന് പറഞ്ഞു. ഈ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH എന്ന് പറയുന്നത് 1 മുതൽ 3 വരെയാണെന്നാണ് പറയുന്നത്. 1 മുതൽ 3 വരെ നമുക്കറിയുന്നതാണ്. ഈ pH വാല്യൂ പറയുമ്പോൾ ഏറ്റവും കുറവ് pH ഏതിനാണ്?
ഏതിനാണോ അതിനാണ് ഏറ്റവും കൂടുതൽ അസിഡിക് സ്വഭാവം ഉണ്ടാവുക അല്ലെ. pH 1 പറഞ്ഞാൽ അതിനാണ് കൂടുതൽ അസിഡിക് സ്വഭാവം ഉണ്ടാവുക. 2 അതിനേക്കാട്ടും കുറവായിരിക്കും അസിഡിക് സ്വഭാവം. 3 പറയുമ്പോൾ വീണ്ടും അസിഡിക് സ്വഭാവം കുറയും. 4 പറയുമ്പോൾ വീണ്ടും അസിഡിക് സ്വഭാവം കുറയും. അങ്ങനെ കുറഞ്ഞ് 7 എത്തുമ്പോൾ അത് ശുദ്ധജലമായി മാറിയിട്ടുണ്ടാവും അല്ലെ. pH വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ. pH വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആസിഡിക് സ്വഭാവം കുറഞ്ഞ് pH വാല്യൂ 7 എത്തുമ്പോൾ അസിഡിക് സ്വഭാവം പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ട് അത് ശുദ്ധജലമായി. പിന്നീട് pH കൂടുന്നതിനനുസരിച്ച് 8, 9, 10 അങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന് എന്ത് സ്വഭാവമാണ് വരുന്നത്? ബേസിക് സ്വഭാവമാണ് അല്ലെ. ബേസ് സ്വഭാവമാണ് അതിന് വരുന്നത്. അപ്പൊ ഈ 1, 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ആസിഡിക് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ നമ്മുടെ pH എന്ന് പറയുന്നത് 1 മുതൽ 3 വരെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ കുടലൊക്കെ ദ്രവിച്ചു പോകണം അല്ലെ. പക്ഷെ അങ്ങനെ ദ്രവിച്ചു പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഒരു ശ്ലേഷ്മമാണ്. ഈ ആമാശയ ഭിത്തിയിൽ ഒരു കവറിങ് പോലെ ശ്ലേഷ്മമുണ്ട്. ഈ ശ്ലേഷ്മമാണ് നമ്മുടെ ആമാശയ ഭിത്തിയെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും സംരക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനെ ദഹിപ്പിക്കാനുള്ള ഭക്ഷണമൊന്നും അവിടെ എത്തുന്നില്ല അല്ലെ. അപ്പൊ ഈ ശ്ലേഷ്മത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റാതെ വരും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്. അപ്പോഴാണ് നമുക്ക് എന്ത് വരാം? അൾസർ ഒക്കെ വരാം. അതുപോലെ ആസിഡിക് പ്രോബ്ലംസ് ഒക്കെ വരാം. അതുകൊണ്ടാണ് കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിൽ പ്രവർത്തിക്കാതെ എവിടെ പ്രവർത്തിക്കും? നമ്മുടെ ആമാശയ ഭിത്തിയിൽ പ്രവർത്തിക്കും. അവിടെ പ്രൊട്ടക്ഷനായിട്ട് ശ്ലേഷ്മം ഉണ്ട് ഓൾറെഡി. പക്ഷെ ശ്ലേഷ്മത്തിനൊക്കെ തടയാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ. അളവിൽ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം ഒന്നും തന്നെ കഴിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ആമാശയ ഭിത്തികൾക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ആമാശയത്തിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ശ്ലേഷ്മം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ പിന്നെ എന്തൊക്കെയുണ്ട്? പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി പെപ്സിൻ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെപ്സിൻ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. പ്രോട്ടീൻ, പെപ്സിൻ രണ്ടും പായല്ലേ. പാ വെച്ച് ഓർക്കുക. പ്രോട്ടീൻ, പെപ്സിൻ. പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പെപ്സിൻ ആണുള്ളത്. അപ്പൊ ഈ പെപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനെ അതിന്റെ ചെറിയ ലഘു ഘടകങ്ങളായിട്ടുള്ള പെപ്റ്റോണുകളാക്കി മാറ്റും. പ്രോട്ടീന് തന്നെ ചെറിയ ലഘുവായിട്ടുള്ള ഘടനയാണ് പെപ്റ്റോണുകൾ എന്ന് പറയുന്നത്. അത് മുഴുവനായിട്ടുള്ള ദഹനമല്ല, ഭാഗികമായിട്ടുള്ള ദഹനമാണ്. വീണ്ടും ആ ദഹനം നടക്കുന്നുണ്ട്. അപ്പൊ ഭാഗികമായിട്ട് പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റും. എന്ത്? പെപ്സിൻ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ കൊഴുപ്പുണ്ടാവും അല്ലെ. കൊഴുപ്പിനെ നമ്മൾ എന്താ പറയാ? ലിപ്പിഡ് എന്നല്ലേ പറയാ. സാധാരണ കൊഴുപ്പുള്ള എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ആ കൊഴുപ്പ് ഇല്ലേ. നല്ല നെയ്യൊക്കെ ഉള്ള ബീഫോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടുമലൊക്കെ നെയ്യ് ഒട്ടിപ്പിടിക്കില്ലേ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. കൊഴുപ്പ് ലിപ്പിഡ് അല്ലേ. അപ്പൊ ലിപ്പിഡിനെ ദഹിപ്പിക്കാനുള്ള എൻസൈമാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. ലിപ്പിഡിനെ ദഹിപ്പിക്കാനുള്ള എൻസൈം ലിപ്പേസ് ആണ്. ലിപ്പേസ്. അപ്പൊ ഈ ആമാശയത്തിലുള്ള ലിപ്പേസിനെ നമ്മൾ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയും. ഗ്യാസ്ട്രിക് എന്നുള്ള ആമാശയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗ്യാസ്ട്രിക് ലിപ്പേസ്, ആമാശയത്തിലുള്ള ലിപ്പേസിനെ നമ്മൾ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുകുടലിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ലിപ്പേസ് വരുന്നുണ്ട്. അത് ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലിപ്പേസ് അല്ല, പകരം പാൻക്രിയാസ് ഉണ്ടല്ലോ, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ചെറുകുടലിന് കൊടുക്കുന്ന ലിപ്പേസ് ആണ്. അതുകൊണ്ട് അതിനെ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയും. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ലിപ്പിഡിനെ ദഹിപ്പിക്കാനാണ് ലിപ്പേസ് ഉള്ളത്. അത് ലിപ്പേസ് ആമാശയത്തിലുണ്ട്, അതുപോലെ ചെറുകുടലിലുണ്ട്. ആമാശയത്തിലുള്ള ലിപ്പേസിനെ നമ്മൾ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്നാണ് പറയാ. എന്ന് പറയും. ചെറുകുടലിലുള്ളത് ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ലിപ്പേസ് അല്ല, പകരം പാൻക്രിയാസ് ഉണ്ടല്ലോ, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്ന ലിപ്പേസ് ആണ്. ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ ചെറുകുടലിന് കൊടുക്കുന്നതാണ് ഈ പാൻക്രിയാറ്റിക് ലിപ്പേസ്. മനസ്സിലായോ? അപ്പൊ ആമാശയത്തിലുള്ളത് ഗ്യാസ്ട്രിക് ലിപ്പേസ്, ചെറുകുടലിലുള്ളത് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഈ രണ്ട് ലിപ്പേസും എന്തിനാണ് ദഹിപ്പിക്കുന്നത്? കൊഴുപ്പിനെയാണ് ദഹിപ്പിക്കുന്നത് എന്ന് ഓർത്തേക്ക്. അപ്പൊ നമ്മൾ ആമാശയം പറഞ്ഞപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പറഞ്ഞു. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇതിലെ pHനെ ക്രമീകരിക്കുക, അതുപോലെ തന്നെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ ശ്ലേഷ്മുണ്ട്. ശ്ലേഷ്മത്തിന്റെ പണി ഈ ആമാശയ ഭിത്തികളെ ഈ ദഹനരസങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കുക എന്നുള്ളതാണ് ശ്ലേഷ്മത്തിന്റെ പണി. അതുകൂടാതെ ഗ്യാസ്ട്രിക് ലിപ്പേസ് കൊഴുപ്പിന്റെ ഭാഗികമായിട്ടുള്ള ദഹനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പെപ്സിൻ ഉണ്ട്. പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ഭാഗികമായിട്ടുള്ള ദഹനമൊക്കെ കഴിഞ്ഞ് ആഹാരത്തിൽ നല്ല കുഴമ്പ് രൂപമാക്കിയതിന് ശേഷം ആമാശയം എന്ത് ചെയ്യും? ആ ഭക്ഷണത്തെ എവിടേക്ക് കൊടുക്കും? നമ്മുടെ ചെറുകുടലിലേക്ക് കൊടുക്കും. ആ ചെറുകുടലിലേക്ക് കൊടുക്കുമ്പോൾ ചെറുകുടലിന്റെ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ പക്വാശയം എന്ന് പറയും. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പക്വാശയത്തിൽ വെച്ചിട്ട് നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസ് ഉണ്ട്, ബൈല് ഇല്ലേ.
അതും എവിടേക്ക് കൊടുക്കും? നമ്മുടെ ചെറുകുടലിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളും ഈ ചെറുകുടലിലേക്ക് കൊടുക്കും. ചെറുകുടല് ഉൽപ്പാദിപ്പിക്കുന്നതല്ല, നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, അത് പിത്തസഞ്ചിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബൈല് ഇല്ലേ, ബൈൽ നിങ്ങൾ കേട്ടില്ലേ, അത് എവിടേക്ക് കൊടുക്കും? നമ്മുടെ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് പക്വാശയത്തിൽ വെച്ചിട്ട് ആ ഭക്ഷണത്തിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളും ഈ ചെറുകുടലിലേക്ക് കൊടുക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലിവർ അഥവാ കരൾ അല്ലെ, ലിവറോ അല്ലെങ്കിൽ പാൻക്രിയാസോ നമ്മുടെ ഈ ഫുഡ് പോകുന്ന ഈ പാതയിൽ ഇല്ല. അതായത് ഫുഡിന്റെ ട്രാക്ക് ഉണ്ടല്ലോ, അത് പോകുന്ന സ്ഥലത്തൊന്നും തന്നെ ഇവരില്ല. കാരണം ഫുഡ് ഒരിക്കലും ഈ കരളിൽ കൂടിയോ പാൻക്രിയാസിൽ കൂടിയോ കടന്നു പോകുന്നില്ല. കടന്നു പോകുന്നുണ്ടോ? ഫുഡ് കരളിൽ കൂടി കടന്നു പോകുന്നുണ്ടോ? കടന്നു പോകുന്നില്ല. ഫുഡ് പാൻക്രിയാസിൽ കൂടി കടന്നു പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ കൂടി നേരെ അന്നനാളത്തിൽ വരും. അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് പോകും. ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്കും ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്കുമാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഈ കരളിൽ കൂടിയോ പാൻക്രിയാസിൽ കൂടിയോ ഭക്ഷണം കടന്നു പോകുന്നില്ല. പക്ഷേ ഭക്ഷണം നമ്മുടെ ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ ആരുടെ പണി തുടങ്ങും? കരളിന്റെയും പാൻക്രിയാസിന്റെയും പണി തുടങ്ങും. കാരണം കരൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? പിത്തരസം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ബൈല് എൻസൈമുകളൊന്നും തന്നെ ഇല്ല. ബൈൽ അഥവാ പിത്തരസത്തിൽ ഒരു എൻസൈമും ഇല്ല. ഭക്ഷണത്തെ ദഹിപ്പിക്കേണ്ട ഒരു എൻസൈമും എന്തിലില്ല? എൻസൈമുകൾ ഒന്നും തന്നെ പിത്തരസത്തിൽ ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിത്തരസത്തിൽ എൻസൈമുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് ഒന്നാമത്തത് നമ്മുടെ ഈ ചെറുകുടലിലുള്ള pH ക്രമീകരിക്കുന്നു. ചെറുകുടലിലെ pH ക്രമീകരിക്കുന്നു. അതേപോലെ തന്നെ കൊഴുപ്പിനെ ചെറിയ കണികകളാക്കി മാറ്റുന്നു. ഇത് രണ്ടുമാണ് ഈ പിത്തരസത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പിത്തരസം ചെയ്യുന്നത്? ചെറുകുടലിന്റെ pH ക്രമീകരിക്കുന്നു. അതേപോലെ തന്നെ കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു. ഇത് രണ്ടാണ് പിത്തരസം ചെയ്യുന്നത്. അതേപോലെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസ് എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ജ്യൂസില് പാൻക്രിയാറ്റിക് അമിലേസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു അമിലേസ് പറഞ്ഞു. അത് എവിടെയാണ് പറഞ്ഞത്? സലൈവറി അമിലേസ്, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെ. അമിലേസിന്റെ പണി എന്താണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റലാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടുത്തെ പാൻക്രിയാറ്റിക് അമിലേസും. അത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിനെ പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്നു. ഈ പാൻക്രിയാറ്റിക് അമിലേസ് എന്ത് ചെയ്യുന്നു? ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു അല്ലെ, ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. കൃത്യമായിട്ട് ഓരോന്നും പഠിച്ചു പോകുക, അല്ലെങ്കിൽ എല്ലാം കൂടി കിടന്ന് കുഴയും കിടന്നിട്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞു, ഭക്ഷണം ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞു, ആമാശയത്തിൽ നിന്നും ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞു. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. പക്വാശയത്തിലേക്ക് ഭക്ഷണം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ കരള് എന്ത് കൊടുക്കും? പക്വാശയത്തിലേക്ക് പിത്തരസം കൊടുക്കും. കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസത്തിൽ എൻസൈമുകൾ ഒന്നുമില്ല. പിത്തരസം എന്താണ് ചെയ്യുന്നത്? കൊഴുപ്പിനെ ചെറിയ കണികകളാക്കുന്നു. അതുപോലെ തന്നെ ചെറുകുടലിലെ pH ക്രമീകരിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. കരളാണ് പിത്തരസം കൊടുക്കുന്നത്. അടുത്ത ആളാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ കുറേ സാധനങ്ങളുണ്ട്. അന്നജത്തെ ദഹിപ്പിക്കാനുള്ള സാധനമുണ്ട്, പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള സാധനമുണ്ട്, കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള സാധനമുണ്ട്. പാൻക്രിയാസിൽ എന്തൊക്കെയുണ്ട്? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്? അന്നജത്തെ ദഹിപ്പിക്കാനുള്ള ആളുണ്ട്, പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള ആളുണ്ട്, കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള ആളുണ്ട്. അന്നജത്തെ ദഹിപ്പിക്കാൻ നമ്മൾ നേരത്തെ വായിൽ ഒരു ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സലൈവറി അമിലേസ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? സലൈവറി അമിലേസ് അടങ്ങിയിരിക്കുന്നു. സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു എന്ന് നമ്മൾ വായിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സലൈവറി അമിലേസ് ആണ്. കാരണം സലൈവയിൽ അടങ്ങിയിരിക്കുന്ന അമിലേസ് സലൈവറി അമിലേസ്. അപ്പോൾ ഇവിടെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന അമിലേസ് എന്തായിരിക്കും? പാൻക്രിയാറ്റിക് അമിലേസ്. അപ്പൊ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഒന്നാമത്തെ ആളാണ് പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അടുത്ത ആള് ട്രിപ്സിൻ, പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള ആളാണ് ട്രിപ്സിൻ. നമ്മൾ നേരത്തെ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പെപ്സിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെപ്സിൻ എവിടെയാണ് പറഞ്ഞത്? ആമാശയത്തിൽ. കാരണം വായിൽ ആകെ സലൈവറി അമിലേസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ പെപ്സിൻ എവിടെയാണ് പറഞ്ഞത്? ആമാശയത്തിൽ. പെപ്സിൻ ആമാശയത്തിൽ വെച്ചിട്ട് ഈ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പെപ്സിൻ ആണ്, ഇവിടെ ട്രിപ്സിൻ ആണ്. മറ്റോടത്ത് പെപ്സിൻ, ഇവിടെ ട്രിപ്സിൻ പ്രോട്ടീനെ ഇതേപോലെ തന്നെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ഇനി അടുത്തത് കൊഴുപ്പ് അല്ലെ. കൊഴുപ്പിനെ നമ്മൾ ലിപ്പിഡ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ലിപ്പേസും അടങ്ങിയിട്ടുണ്ട്. ലിപ്പേസ് കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു? പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച്, മറ്റേത് രണ്ടും ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ
നമ്മുടെ ലിപ്പേസ് കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ആ ഭാഗം ഒന്നും കൂടി പറയാം, നിങ്ങൾ ഓർക്കാം. ആമാശയത്തിന്റെ ഭക്ഷണം ചെറുകുടലിൽ എത്തി. ചെറുകുടലത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത്. പക്വാശയത്തിലേക്ക് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സ്രവിക്കുന്നു. പിത്തരസത്തിൽ എന്തുണ്ട്? പിത്തരസത്തിലെ എൻസൈമുകൾ ഒന്നുമില്ല. പിത്തരസം പിന്നെ എന്താണ് ചെയ്യുന്നത്? ചെറുകുടലിന്റെ pH ക്രമീകരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു. അടുത്ത ആള് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്തുട്ടാണ് കൊടുക്കുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് കൊടുക്കുന്നത്, അല്ലെ? പാൻക്രിയാറ്റിക് ജ്യൂസ് ഈ പക്വാശയത്തിലേക്ക് സ്രവിക്കുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഫസ്റ്റത്തെ അന്നജത്തെ ദഹിപ്പിക്കാനുള്ള പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. അടുത്തത് പ്രോട്ടീനെ ദഹിപ്പിക്കാൻ വേണ്ടി ട്രിപ്സിൻ ഉണ്ട്. ട്രിപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ കൊഴുപ്പ് അഥവാ ലിപ്പിഡിനെ ദഹിപ്പിക്കാൻ വേണ്ടി ലിപ്പേസ് ഉണ്ട്. ലിപ്പേസ് കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. അപ്പൊ ഇത്രയും സാധനങ്ങൾ പക്വാശയത്തിലേക്ക് കൊടുത്തു. ഇനി പക്വാശയത്തിൽ നിന്നും കൂടുതൽ ഇങ്ങോട്ട് ചെറുകുടലിലേക്ക് ഇറങ്ങി വരാണ് അല്ലെ ഭക്ഷണം. ഇനി ചെറുകുടലിൽ ഇതിനു പുറമെ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈൻ ജ്യൂസും കൂടി ഉണ്ട്. ചെറുകുടലിൽ ഈ നമ്മുടെ ഈ കരൾ കൊടുത്ത പിത്തരസവും പാൻക്രിയാസ് കൊടുത്ത പാൻക്രിയാറ്റിക് ജ്യൂസിനും പുറമെ ഇൻഡസ്റ്റൈൻ ജ്യൂസും കൂടി ഉണ്ട്. ഈ ഇൻഡസ്റ്റൈൻ ജ്യൂസ് ആണ് ബാക്കിയുള്ള പണി ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കൊഴുപ്പ് പൂർണ്ണമായിട്ടും തേച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറി ഇല്ലേ? നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് വന്ന ലിപ്പേസ് നമ്മുടെ കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി. പക്ഷെ അന്നജം ഭാഗികമായിട്ടേ ദഹിച്ചിട്ടുള്ളൂ, പ്രോട്ടീൻ ഭാഗികമായിട്ടേ ദഹിച്ചിട്ടുള്ളൂ. പക്ഷെ ചെറുകുടലിൽ വെച്ചിട്ട് ദഹനം പൂർണ്ണമാകും ഇല്ലേ? പൂർണ്ണമായിട്ടും ചെറുകുടലിൽ വെച്ചിട്ട് ദഹനം തീരും. അപ്പൊ ബാക്കിയുള്ള ദഹനം ആരാണ് ചെയ്യുന്നത്? ദഹിപ്പിക്കൽ ആരാണ് ചെയ്യുന്നത്? അത് ഈ ഇൻഡസ്റ്റൈൻ ജ്യൂസ് ആണ് ചെയ്യുന്നത്. അതായത് ഇൻഡസ്റ്റൈൻ ജ്യൂസ് ഈ കാർബോഹൈഡ്രേറ്റുകളെ അതിന്റെ ചെറു ഘടകങ്ങളാക്കി മാറ്റും. എന്തൊക്കെ ആക്കി മാറ്റും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ ആക്കി മാറ്റും. അതേപോലെ തന്നെ പ്രോട്ടീനെ അമിനോ ആസിഡുകളാക്കി മാറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ ഇൻഡസ്റ്റൈൻ ജ്യൂസിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ ഇൻഡസ്റ്റൈൻ ജ്യൂസിലുള്ള വിവിധ കാർബോഹൈഡ്രേസുകൾ, ഇൻഡസ്റ്റൈൻ ജ്യൂസിലെ വിവിധ ഹൈഡ്രേസുകൾ സങ്കീർണമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. അതേപോലെ തന്നെ പ്രോട്ടിയേസുകൾ മറ്റൊരു കാർബോഹൈഡ്രേസുകളാണ് കാർബോഹൈഡ്രേറ്റിനെ ലഘുഘടകങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആക്കി മാറ്റിയത്. അതേപോലെ പ്രോട്ടിയേസുകൾ പ്രോട്ടീനെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ, ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായിട്ടും ചെറുകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമുക്കറിയണമല്ലേ ഇതിന്റെയൊക്കെ ആഗിരണം ചെറുകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആഗിരണത്തെ കുറിച്ച് പറയാം. അതിനു മുമ്പ് നമുക്ക് വൻകുടലും കൂടി ഒന്ന് പറഞ്ഞു പോകാം. ഈ ദഹനത്തിന് ശേഷം എവിടേക്കാണ് പോകുന്നത്? ചെറുകുടലിൽ നിന്നും ഭക്ഷണം എവിടേക്ക് പോകും? വൻകുടലിലേക്ക് പോകും. ദഹന വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. നമുക്കറിയുന്ന കാര്യമല്ലേ, വൻകുടലിൽ വെച്ചിട്ട് ബാക്കി അവശേഷിക്കുന്ന ജലവും ലവണമൊക്കെ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ വൻകുടലിലുള്ള ചില ബാക്ടീരിയകളാണ് വൈറ്റമിൻ കെയും ബി കോംപ്ലക്സും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളും. ഇനി ഈ നമ്മൾ പറയാനുള്ളത് ചെറുകുടലിൽ വെച്ചിട്ട് പോഷകങ്ങളുടെ ആഗിരണം എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ചെറുകുടലിന്റെ നീളം എത്രയാണ്? ചെറുകുടലിന് 6 മീറ്റർ ആണ് അല്ലെ നീളം പറയുന്നത്. ചെറുകുടലിന് എത്രയാണ്? 6 മീറ്റർ ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ്. ചെറുകുടലിന് 6 മീറ്റർ ആണ് നീളം. മീറ്റർ. വ്യാസം 2.5 സെന്റിമീറ്റർ. വ്യാസം 2.5 സെന്റിമീറ്ററും ഉണ്ട്. അപ്പൊ 6 മീറ്ററോളം നീളവും 2.5 സെന്റിമീറ്ററോളം വ്യാസവുമുള്ള നീണ്ടു ചുരുണ്ട പേശി നിർമ്മിതമാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. നീണ്ടു ചുരുണ്ടിട്ടുള്ള പേശി നിർമ്മിതമാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയും? പക്വാശയം എന്ന് പറയും അല്ലെ.
പിന്നെ അതേപോലെ തന്നെ ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ചെറുകുടലിന്റെ സവിശേഷമായിട്ടുള്ള ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഈ ചെറുകുടലിൽ വെച്ചിട്ടാണ് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ചെറുകുടലിലുള്ള വിരല് പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ എന്താണ് പറയുക? വില്ലസുകൾ. ചെറുകുടലിനുള്ളിൽ വിരല് പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ വില്ലസുകൾ എന്ന് പറയും. വില്ലസുകളാണ് ആഗിരണത്തിന് സഹായിക്കുന്നത് അല്ലെ. എങ്ങനെയാണ് മെയിനായിട്ട് ഇത് ആഗിരണത്തെ സഹായിക്കുന്നത്? ചെറുകുടലിന്റെ ആ ആഗിരണ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. വില്ലസുകൾ എന്താണ് ചെയ്യുന്നത്? പ്രതല വിസ്തീർണം, ആഗിരണത്തിന് വേണ്ട പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രതല വിസ്തീർണം കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കും അല്ലെ. പ്രതല വിസ്തീർണം, ചെറുകുടലിനുള്ളിലുള്ള ആഗിരണ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കാൻ വില്ലസുകൾ സഹായിക്കുന്നു. വില്ലസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുകുടലിനുള്ളിൽ ഉയർന്നു നിൽക്കുന്ന വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. ആ വില്ലസുകളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വില്ലസിന്റെ ചിത്രം എടുത്ത് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, വില്ലസിന്റെ ഘടന. അതിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഏറ്റവും പുറമെ ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ കാണാം. ഏറ്റവും പുറമെ ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ കാണാം. അതിനുശേഷം രക്തലോമികകൾ, പിന്നെ ലാക്റ്റിയൽ കാണാം. ലാക്റ്റിയൽ. അപ്പൊ ഏറ്റവും പുറമെ ഒറ്റനിര എപ്പിത്തീലിയൽ കോശം, പിന്നെ രക്തലോമികകള്, ലാക്റ്റിയൽ കാണാം. ഈ രക്തത്തിലൂടെയാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡിനൊക്കെ ആഗിരണം ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും ചെറു ഘടകങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസും പിന്നെ അമിനോ ആസിഡും, പ്രോട്ടീന്റെ ചെറുഘടകമായിട്ടുള്ള അമിനോ ആസിഡിനെയും രക്തത്തിലൂടെ ആഗിരണം ചെയ്യും. എന്നാൽ കൊഴുപ്പിന്റെ ചെറുഘടകങ്ങളുണ്ടല്ലോ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും, ഇത് ആഗിരണം ചെയ്യുന്നത് ലാക്റ്റിയയ്ക്കുള്ളിലുള്ള ലിംഫിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ചെറുഘടകങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസിനെ, അതേപോലെ തന്നെ പ്രോട്ടീന്റെ ചെറുഘടകമായിട്ടുള്ള അമിനോ ആസിഡിനെയും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. എന്നാൽ കൊഴുപ്പിന്റെ ചെറുഘടകങ്ങളായിട്ടുള്ള ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ലാക്റ്റിയയ്ക്കുള്ളിലെ ലിംഫിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നോക്കി വെക്കാം. വില്ലസിലെ ഏറ്റവും പുറമെ ഒറ്റ നിര എപ്പിത്തീലിയൽ കോശമുണ്ട്. പിന്നെ കാണുന്നത് രക്തലോമികകളാണ് കാണപ്പെടുന്നത്. അതിനുശേഷം ലാക്റ്റിയൽ കാണപ്പെടുന്നു. ഈ പോഷകങ്ങളുടെ ആഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലം അല്ലെ, ഏറ്റവും പുറമേയുള്ള പ്രതലം എന്ന് പറയുന്നത് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളാണ്. അത് ഇരട്ട സ്ഥലമാണോ? അല്ല, ഒറ്റ നിരയാണ്. കാരണം എന്താണ്? ഒറ്റ നിരയായെങ്കിലാണ് അത് കൂടുതൽ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. രണ്ട് നിരയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ആഗിരണം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. ഒറ്റ നിര കോശങ്ങളാണ്, അതുകൊണ്ടാണ് അതിൽ കൂടെ ആഗിരണം ചെയ്യാൻ എളുപ്പം. അതിന് ഒറ്റ നിര എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അതിനുശേഷം രക്തലോമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിക്കും. ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമിക എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകളാണ് അല്ലെ. ഒരു ധമനി ശാഖ ഈ വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് ലോമികകളെ രൂപപ്പെടുത്തും. ഈ ലോമികകൾ കൂടി ചേർന്നിട്ട് സിരകളായിട്ട് പുറത്തു പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവ ആഗിരണം ചെയ്യുന്നത് ഈ രക്തത്തിലേക്കാണ്. അടുത്തത് ലാക്റ്റിയൽ. അതിന്റെ ഉള്ളിലാണ് ലാക്റ്റിയൽ വരുന്നത്. ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ലിംഫ് വാഹിയുടെ ശാഖ. ഇതിലെ ലിംഫിലേക്കാണ് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ആഗിരണം ചെയ്യുന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ തറയാനാണ്. ഏറ്റവും പുറമെ ഒറ്റ നിര എപ്പിത്തീലിയൽ കോശ വില്ലസിലുള്ളൂ. കാരണം ആഗിരണം സുഗമാക്കാൻ വേണ്ടി ഒറ്റ നിരയുള്ളൂ. അതിനുശേഷം രക്തക്കുഴലുകളാണ്, രക്തലോമികകളാണ്. എങ്ങനെയാണ് രക്തലോമിക? ഒരു ധമനി ശാഖ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കും. എന്നിട്ട് അത് കുറെ കുഞ്ഞു കുഞ്ഞു ശാഖകളായിട്ട് പിരിയും. അപ്പൊ നമ്മൾ ലോമിക എന്ന് പറയില്ല അതിനെ. ഈ ലോമികകളെല്ലാം കൂടി ചേർന്നിട്ട് സിരയായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിലാണ് ലാക്റ്റിയ എന്ന് പറയുന്നത്. ലാക്റ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് വാഹിയുടെ ശാഖയാണ്. ഇതിലേക്കാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യുന്നത്. ബാക്കി നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, പിന്നെ അമിനോ ആസിഡ് ഒക്കെ രക്തത്തിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. ഇനി ഈ ആഗിരണം നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം, ആഗിരണം നടക്കുന്ന നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഡിഫ്യൂഷൻ എന്താണ്, സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ നന്നായി പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ പ്രവഹിക്കുക അല്ലെ, അതിനാണ് ഓസ്മോസിസ് എന്ന് പറയാം. പക്ഷെ ഓസ്മോസിസ് ജലത്തിന്റെ കേസിൽ മാത്രമേ നടക്കുള്ളൂ അല്ലെ. ജലത്തിന് മാത്രം ബാധകമാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ജലത്തിന്റെ ആഗിരണം ഓസ്മോസിസ് വഴിയാണ് നടക്കുന്നത്.
ഇനി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർദ്ധധാര്യ സ്ഥലം വേണമെന്നൊന്നുമില്ല, ഏത് സ്ഥലത്തിലൂടെ വേണമെന്നുണ്ടെങ്കിലും ഡിഫ്യൂഷൻ നടക്കും ഇല്ലേ. അതും ഇതേപോലെ തന്നെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തിലേക്ക് പദാർത്ഥങ്ങൾ സഞ്ചരിക്കും. അതിനെയാണ് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയാം. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നു. പക്ഷെ അവിടെ അർദ്ധധാര്യ സ്ഥലം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയും. അതിന് പ്രത്യേകിച്ച് ഊർജ്ജത്തിന്റെ ആവശ്യമില്ല അല്ലെ. ഓസ്മോസിസിനും ഡിഫ്യൂഷനും ഒന്നും തന്നെ പ്രത്യേകിച്ച് ഊർജ്ജത്തിന്റെ ആവശ്യമില്ല. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആരോ സഹായിക്കുന്നുണ്ട് ഇല്ലേ. പറഞ്ഞിട്ടുണ്ടായാലും നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആരോ സഹായിക്കുന്നുണ്ട്. അത് ആരാണ് സഹായിക്കുന്നത്? പ്രോട്ടീനുകൾ അല്ലെ. വാഹക പ്രോട്ടീനുകൾ, അതേപോലെ തന്നെ ചാലക പ്രോട്ടീനുകൾ എന്നൊക്കെ പറഞ്ഞില്ലേ. പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടി ഡിഫ്യൂഷൻ നടക്കുമ്പോൾ നമ്മൾ അതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയും. സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യുന്നത്. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അതുപോലെ അമിനോ ആസിഡുകളൊക്കെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു രക്തലോമികളിലേക്കാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ ആഗിരണം ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ആ ഡിഫ്യൂഷനെ ഏതൊരു പ്രോട്ടീൻ സഹായിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ. ഒരു പ്രോട്ടീന്റെ സഹായത്തോട് കൂടിയിട്ട് ആഗിരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ പദാർത്ഥങ്ങളുടെ വിനിമയം, പദാർത്ഥങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഊർജ്ജം ആവശ്യമില്ല അല്ലെ. ഊർജ്ജം ആവശ്യമുള്ളത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനാണ്. ഇതൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്ത കാരണമാണ് പിന്നെയും കൂടുതലായിട്ട് പറയാത്തത്. അപ്പൊ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ രക്തലോമികളിലേക്ക് കടക്കുന്നത്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മുടെ ഈ ലോമികളിലേക്ക് കടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വളരെ ഒരു പ്രോട്ടീന്റെ സഹായം ഇല്ലാതെ വെറുതെ ഗാഢത കൂടിയ ഭാഗത്തുനിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തിലേക്ക് സഞ്ചരിക്കുക. അത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലോമികളിലേക്ക് കടക്കുന്നത്. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഒക്കെ രക്തത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. നമ്മുടെ ആഹാര പദാർത്ഥത്തിലെ ഭൂരിഭാഗം പോഷകങ്ങളും അതുപോലെ തന്നെ 90% ജലവും ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ അതിനുശേഷമാണ് ഭക്ഷണം വൻകുടലിലേക്ക് വരെ. വൻകുടലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. വൻകുടലിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില ബാക്ടീരിയകൾ, വൻകുടലിലുള്ള ചില ബാക്ടീരിയകളാണ് വൈറ്റമിൻ കെ അതുപോലെ തന്നെ ബി കോംപ്ലക്സിന്റെ ഒക്കെ ഉൽപാദനത്തിന് സഹായിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ദഹന പ്രക്രിയയ്ക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. ദഹന പ്രക്രിയയ്ക്ക് എടുക്കുന്ന സമയം 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി കൺഫ്യൂഷൻ വരുന്ന കാര്യം എന്ന് പറയുന്നത് ആമാശയത്തിൽ വെച്ചിട്ടും ചെറുകുടലിൽ വെച്ചിട്ടും ഭക്ഷണ പദാർത്ഥത്തിന്റെ ദഹനമാണ് കുറച്ചും കൂടി കൺഫ്യൂഷൻ വരാം അല്ലെ. ആമാശയത്തിലാണെന്നുണ്ടെങ്കിൽ HCl ഉണ്ട്, അതേപോലെ തന്നെ ശ്ലേഷ്മമുണ്ട്, അതിന് പുറമെ പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, പെപ്സിനുണ്ട്. ഗ്യാസ്ട്രിക് ലിപ്പേസും പെപ്സിനും കൂടിയുണ്ട്. ഇനി ചെറുകുടലിൽ എത്തുമ്പോൾ പക്വാശയത്തിൽ വെച്ചിട്ട് നമ്മുടെ കരള്, ബൈല് അഥവാ പിത്തരസത്തെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിനെ കൊടുക്കുന്നുണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ അന്നജത്തെ ദഹിപ്പിക്കാനുള്ള ആളുണ്ട്, പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള ആളുണ്ട്, കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള ആളുണ്ട്. പക്ഷെ കൊഴുപ്പിനെ മാത്രമേ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുന്നുള്ളൂ, അന്നജത്തെയും പ്രോട്ടീനെയും ഭാഗികമായിട്ടാണ് ദഹിപ്പിക്കുന്നത്. ഈ ഭാഗികമായിട്ട് ദഹിപ്പിച്ചിട്ടുള്ള അന്നജത്തെയും പ്രോട്ടീനെയും പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുന്നത് ഇൻഡസ്റ്റൈൻ ജ്യൂസ് ആണ് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ഞാൻ വീണ്ടും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ട് കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ച് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമായതുകൊണ്ട് തന്നെ PSC ഭാഗത്തു നിന്ന് നിരന്തരം കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നന്നായി പഠിക്കുക. അതിനുശേഷം മാത്രമേ ഞാൻ രക്തത്തിന്റെ ഭാഗം എടുക്കുന്നുള്ളൂ. പോഷക ഘടകങ്ങൾ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? രക്തമാണ് അല്ലെ. രക്തപര്യന വ്യവസ്ഥയാണ് ഈ ചാപ്റ്ററിൽ ഇനി പറയുന്നത്. അപ്പൊ അതും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യണം. കാരണം കമൻറ്റ് കാണുമ്പോഴാണ് അടുത്ത ക്ലാസ് എടുക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഞാനും ഡൗൺ ആയിപ്പോവും, എനിക്കും ഒരു താല്പര്യമില്ലാതെ വരും ക്ലാസ് എടുക്കാൻ. അതുകൊണ്ട് ദയവേത് നിങ്ങൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.